നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇല്ല, കൊച്ചിയിൽ വെച്ച് മോഹൻ ബഗാൻ ആ കിരീടം ചൂടാനാവില്ല. ISL ഷീൽഡ്, അതായത് ലീഗ് ജേതാക്കൾക്കുള്ള ISL ഷീൽഡ് അവർക്ക് നേടാൻ പറ്റില്ല. അക്കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. മുംബൈ സിറ്റി FC 1-3 FC ഗോവയോട് തോറ്റു. അതായത് FC ഗോവ വിജയിച്ച് കയറി. അതോടുകൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ബ്ലാസ്റ്റേഴ്സിനെ ഇനിയിപ്പോൾ അടുത്ത 15-ാം തീയതിയിലെ മത്സരത്തിൽ തോൽപ്പിച്ചാൽ പോലും ഷീൽഡ് ഉറപ്പാവില്ല എന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. അതേസമയം ഇന്ന് മുംബൈ സിറ്റി FC ഗോവയെ തോൽപ്പിക്കുകയായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തോൽപ്പിച്ചാൽ അവർക്ക് കൊച്ചിയിൽ വെച്ച് തന്നെ ആ ഷീൽഡ് ഉറപ്പാക്കാമായിരുന്നു. ഇനി അത് സാധിക്കില്ല. ഗോവയെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനം ഇന്ന് നടത്തി അവർക്ക് പീക്കിംഗ് അറ്റ് റൈറ്റ് ടൈം എന്ന രൂപത്തിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മാക്സിമം ഓവർ മോഹൻ ബഗാന്റെ ഷീൽഡ് ജേതാക്കൾ എന്നുള്ള ആ ഒരു സാധ്യത അങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇന്ന് ഗോവ തോറ്റിരുന്നെങ്കിൽ സംഭവിക്കുക 20 കളികളിൽ നിന്ന് 36 പോയിന്റിൽ അവർ നിൽക്കുകയായിരുന്നു. അതേസമയം മോഹൻ ബഗാന് അടുത്ത കളി വിജയിച്ചിരുന്നെങ്കിൽ, ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 49 പോയിന്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ 36 പോയിന്റിലുള്ള FC ഗോവക്ക് അതിനുശേഷം പിന്നെ 4 കളികൾ വിജയിച്ചാൽ പോലും അവർക്ക് എത്താൻ പറ്റിയ 48-ലായിരിക്കും. അങ്ങനെ മോഹൻ ബഗാൻ അടുത്ത കളി ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചാൽ കിരീടം കൊണ്ടുപോകാം എന്നതായിരുന്നു ഇന്ന് ഗോവ തോറ്റാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം. അതേസമയം ഇന്ന് ഗോവ വിജയിച്ചു, 20 കളി 39 പോയിന്റായി. അടുത്ത കളി ഇനിയിപ്പോൾ മോഹൻ ബഗാൻ വിജയിച്ചാലും 21 കളി 49 പോയിന്റ് എന്നതേ ആവുകയുള്ളൂ. അപ്പോൾ അത് ഗോവക്ക് വേണമെങ്കിൽ മോഹൻ ബഗാന് പിന്നീട് കാലിടുകയാണെങ്കിൽ മറികടക്കാവുന്നതേ ഉള്ളൂ എന്ന സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻ ബഗാന് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളിയിൽ ഇനിയിപ്പോൾ കൊച്ചിയിലിട്ട് തോൽപ്പിച്ചാൽ പോലും അവർക്ക് കിരീടം ഉറപ്പാക്കാൻ കഴിയില്ല, ഷീൽഡ് ഉറപ്പാക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിൽ കിരീടം കൊണ്ടുപോകാം എന്ന തരത്തിൽ മോഹൻ ബഗാൻ വരേണ്ടതില്ല. കൊച്ചിയിലിട്ട് പണി കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സജ്ജമാണ്. അപ്പോൾ കിരീടം കിട്ടില്ല, അങ്ങനെ ഒരു മോട്ടിവേഷനിൽ അങ്ങ് ആഞ്ഞു കളിക്കാം എന്ന് കരുതേണ്ടതില്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.